നമുക്കിനി കുറച്ച് കലോത്സവ ന്യൂസിലേക്കും അവിടുത്തെ വിശേഷങ്ങളും വിശേഷം ഒന്ന് തന്നെയാണ് അല്ല വിശേഷത്തിലേക്കും വാർത്ത വിശേഷം വേറെ വിഷയം തന്നെ പറ. വിഷയം കലോത്സവത്തിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർ പങ്കെടുത്തിട്ടുണ്ട് പണ്ട്? കൈവക്ക് ഞാൻ പോയി. എടാ നമ്മള് മൂന്നും അവിടെ ഇല്ല. നമ്മുടെ സ്കൂളിൽ പോയാലല്ലേ കലോത്സവത്തിൽ പോകും. ശരി, ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കൂടെ ഇരിക്കുന്ന ഈ അളിയനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ അളിയൻ എന്ന് പറയുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് നമ്മുടെ കലോത്സവം നടക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധ എല്ലാരും അറിയാം. ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പക്ഷെ എന്നാൽ എല്ലാരും ഒരാളിൽ മാത്രം ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു കോമഡി മാസ്റ്റേഴ്സ് നീ അവിടെ കലോത്സവത്തിന് വന്നിട്ടില്ല. സെന്റ് ജോസഫ് സ്കൂളില്, അതായത് ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ സെന്റ് ജോസഫ് സ്കൂളിൽ ഞാനും നോബിയണ്ണും കൂടി കലോത്സവത്തില് മിമിക്രി മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഭദ്ര അവിടെ ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ആളാണ്. ഞങ്ങൾ പൊക്കിക്കൊണ്ടു. നീ എന്തിനാ എല്ലാ ക്രെഡിറ്റ് കൊണ്ടുപോണത്? അവളല്ലേടാ ആങ്കർ. അതാണ് എന്റെ മുത്ത്. അല്ല സോറി, എന്റെ അപ്പൊ എന്തായാലും ഭദ്രനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഭദ്രയുടെ പെർഫോമൻസ് ലൈവായിട്ട് എനിക്ക് കേൾക്കണം. കാരണം വാട്സാപ്പിൽ കൂടെയും അല്ലാതെ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ ഇഷ്ടം പോലെ വൈറലായിട്ട് ഭദ്രയുടെ വീഡിയോ ആ മിമിക്രി ചെയ്ത് വന്നെങ്കിലും ലൈവായിട്ട് കേൾക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അല്ല, അന്ന് ഭയങ്കര കൈയടിയും പരിപാടിയും ഒക്കെ കിട്ടിയാണ്. അതുകൊണ്ടാണ് അത്രയും ന്യൂസ് ചാനലുകാര് ഭദ്രയെ കവർ ചെയ്ത്, അതായത് ആരും കേൾക്കാത്ത കുറെ ശബ്ദങ്ങൾ ലുക്ക് തന്നെ വെറൈറ്റി ആണ്. ഭദ്ര എന്ന് പറയുമ്പോഴാണ് ഞാൻ വിചാരിച്ചേ ഭദ്രയോ പെങ്കുച്ചായിരുന്നു ഭദ്രയൊക്കെ ഇവിടെ എന്നുള്ള രീതിയിലായിരുന്നു. എന്തോ മുടീന്റെ പറ്റിയും ഞാൻ എന്തോ ഡൊണേറ്റഡ് അല്ലേ? മുടി ഡൊണേറ്റ് ചെയ്തേ. എത്ര ലെങ്ത് ഉണ്ടായിരുന്നു? 16 ഇഞ്ച്. 16 ഇഞ്ചോ? വാവ്. ഹെയർ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. യു ആർ ലുക്കിംഗ് വെരി ഗുഡ്. മനസ്സ് നല്ല. വീട് എവിടെ? ചാത്തന്നൂർ, കൊല്ലം. ഭദ്ര ഏത് ക്ലാസ്സിലാ? +2. അടിപൊളി. ഏത് സ്കൂൾ ഏതാ? SN Trust. ഓക്കെ. അപ്പൊ എന്തായാലും ഭദ്രയുടെ പെർഫോമൻസ് ഒക്കെ ലൈവായിട്ട് കേൾക്കാം. ആരും തുടങ്ങുന്നു? ചിന്താചരം. സെൽഫിക്ക് രാഷ്ട്രീയം സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് സെൽഫി. ജിമിക്കയും കമ്മലും. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. ജിമിക്കയും കമ്മലും മോഷ്ടിച്ചതിന്റെ പേരിൽ ബ്രാൻഡി കുപ്പിയെടുത്തടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. പിന്നെ എന്തുകൊണ്ട് ജിമിക്കയും കമ്മലും ഇത്രയധികം ഹിറ്റാകുന്നു? നമ്മൾ അറിയാത്ത ചില സംസ്കാരം, നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സംസ്കാരം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പഠിച്ചത്? അതായത് ഏത് ക്ലാസ് മുതൽ തുടങ്ങി? പണ്ട് 7ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. അനിയത്തിയാണ് പഠിപ്പിച്ചിരുന്നത്. അനിയത്തിയപ്പോ അടുത്ത സ്റ്റേറ്റ് കലോത്സവത്തിന് പോകും. പറഞ്ഞോ, ഏത് അടുത്ത വോയിസ് ആരുടെയാ? ഷാനി പ്രഭാകർ. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം. ശോഭാ സുരേന്ദ്രൻ. നേരിട്ടൊരൊറ്റ ചോദ്യം. അതേ കൃഷ്ണപ്രിയ, നിങ്ങളുടെ അവകാശമാണ്, നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം. നമുക്ക് മറ്റു പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അത് ഈ കലോത്സവത്തിൽ പെർഫോം ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് ആണ്. അത് ഇത്ര സമയമേ ഉള്ളൂ, നമുക്ക് കളയാൻ ടൈം ഇല്ല. അപ്പൊ ആ ഇത്ര ടൈം കൊണ്ട് ലിമിറ്റഡ് സമയത്ത് നമുക്ക് ഇത്ര ഏറ്റവും നമ്മുടെ പെർഫെക്റ്റ് പരിപാടിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പം അടുത്ത ഷാനി പ്രഭാകർ എന്ന് പറഞ്ഞ് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സ്റ്റാർ തുടങ്ങും. അടുത്ത വോയിസ് കേൾക്കാൻ പറ്റാം. നമിത പ്രമോദ്. ഓക്കെ. ഇന്ന് എനിക്ക് 200 രൂപ കൂടി വേണം. തലയിൽ വെക്കുന്ന വടയുടെ കാര്യം പറഞ്ഞത്. ഞാനിത് വീട്ടിൽ വെച്ച് നടക്കാറില്ല. പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ. തിരിച്ചുമ്പോ തന്നേക്കാം. അസൂയാർഹമായ നേട്ടങ്ങൾ നേടുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചു. ഇനി അടുത്ത ആരുടെ വോയിസാ കേൾക്കുന്നത്? സോന നായർ. സോന ചേച്ചിയുടെ വോയിസ് കേൾക്കാം. രാവിലെ ഞാൻ കാലസുന്ദരി, വൈകുന്നേരം ഞാൻ ഇവലസുന്ദരി. എനിക്കറിയാം ഇതെല്ലാം മോക്ഷത്തിന്റെ എല്ലാം പോയി. ഇനി അല്ല സുന്ദരിച്ചു സാരി വാങ്ങി രാധാമണിക്ക് കൊടുത്തൂടെ? അല്ല ഏപ്രിൽ ഫുള്ളൊക്കെ ഇപ്പൊ മാർച്ചിലോട്ടാക്കിയോ? ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്നതാണോന്ന് അറിയത്തില്ല, ബിന്ദു പണിക്കറിന്റെ വോയിസ് എടുക്കാറുണ്ടോ? ഇല്ല, അടുത്ത പ്രാവശ്യം ഒരു സാറിന് ഞാൻ തരാം. അടുത്ത വോയിസ് നമുക്ക് എന്നാ കേൾക്കാം. തിരുവനന്തപുരത്തിന്റെ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രൻ. വ്യക്തമായി പറയട്ടെ, ഈ 21ാം വയസ്സിൽ മേയറായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അറിയാം. അതിൽ നിന്നുള്ളൊരു സംഘടനയിൽ നിന്നാണ്, ഒരു സംവിധാനത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. എന്താണ് വലുതാകുമ്പം എന്താവണം എന്നാണ് താല്പര്യം? പോലീസ് ഓഫീസറാണോ? സൂപ്പർ. എന്തെങ്കിലും ഇതുണ്ടോ? അതായത് IPS IAS അങ്ങനെ ആവണമെന്നുണ്ടോ? ഇനി ടിവിയിലൊക്കെ കാണുമ്പോൾ IPS ഓഫീസർ നമുക്ക് പറയണത് നമ്മുടെ പോലീസ് കലാമേളക്കാണ് മിമിക്രി. അതെ, അത് പൊളിക്കും. ഇനി ആരുടെ വോയിസ് നമുക്ക് അപ്പൊ കേൾക്കാൻ പറ്റുന്നത്? ഇനി സുരഭി ചേച്ചി. ഓക്കെ. മൂസക്കായി ഇന്ത്യ കിട്ടിയും ഗൾഫിൽ ഇനി മൂപ്പര് കൊല്ലത്തിലാണ് പെരില്. പെരുമ്പ് മൂപ്പര് മുടി ഇങ്ങനെ കൊയ്ഞ്ഞ് പോണ പണി ഇനി
നമ്മുടെ സുരഭി ചേച്ചിയുടെ പഴയ വോയിസ്. അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, ഭയങ്കര ബോറടിയൊന്നുമില്ല, എല്ലാം ഭയങ്കര ക്രിസ്പായിട്ട്. അപ്പൊ ടക് 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 ടക്. And പിന്നെ 36 ചോയ്സസ് ഓഫ് ആർട്ടിസ്റ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ അറിയണോ കേൾക്കണ, ഇപ്പൊ സോന നായരൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. ഭയങ്കര കുറച്ച് ആൾക്കാർ ട്രൈ ചെയ്യുള്ളൂ. സോ വെരി നൈസ്, നല്ല ചോയ്സസ് ഓഫ് ആർട്ടിസ്റ്റ് ആണ്. സൂപ്പർ. അപ്പൊ ഇനിയും ചോയ്സിൽ അടുത്ത ആളെ ഇറക്കിക്കോ. മമത. മമത. യെസ് മമത ജി കേക്കാം. നന്റെ വീട് നന്റെ മുറി നന്റെ കെട്ട് നീ കിടക്ക്. ജോലി എടുക്കുന്ന സമയത്ത് ജോലി എടുക്കണം, അല്ല ലൂസ് ടോക്കിന് പോവല്ല. കറക്റ്റ് സാധനം. സൂപ്പർ, ഇഷ്ടപ്പെട്ടു. അടുത്ത വരട്ടെ ചോയ്സ്. അമല പോൾ. ആമല പോൾ. ഓക്കെ. ഈ ലോകത്തിൽ തന്നെ നിഷേധിക്കാനായിരുന്നു എന്റെ ഇഷ്ടം. നിന്നെ വിളിച്ച് നീ പറഞ്ഞ ഞാൻ കേൾക്കും, നീ പറഞ്ഞ മാത്രം. The last sleepless night. ഒടുക്കത്തെ രാത്രി. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി അടുത്ത എന്റർടൈൻ ചെയ്യാൻ രജീഷ വിജയൻ. രജീഷ വിജയൻ. രജീഷ. അപ്പൊ എനിക്ക് ശരിക്കും കൊണ്ടിരിച്ച് 9 മാർക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പഴത്തെ 2 കൂടി കൂട്ടിയിട്ട് 29 ഞാൻ കള്ളത്തിനും കാണിച്ച് സൈൻ മേടിച്ചു. ജൂണിലെ അല്ലേ ഇത്? ജൂണിലെ. അടിപൊളി അടിപൊളി അടിപൊളി. നെക്സ്റ്റ്. ഇനി വേണം. അപ്പൊ ആന്റി ക്ലൈമാക്സോ? ആന്റി ക്ലൈമാക്സിനെ ഇറക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. എന്താണ് അനീതിയുടെ പേര്? ലക്ഷ്മി. ലക്ഷ്മി. ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി. ലക്ഷ്മിക്കുട്ടി എപ്പോഴാണ് ചേച്ചിക്ക് ഭദ്രയ്ക്ക് ഞാൻ ഇങ്ങനെ മിമിക്രി പഠിപ്പിക്കും എന്ന് ഒരു ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ല 5ാം ക്ലാസ്സിൽ എന്ത് പറഞ്ഞു സെലക്ട് ചെയ്യും ഓരോ സൗണ്ട്സ്, ചേച്ചിക്ക് ചേരുന്ന സൗണ്ട്സ്. അതിന് കലാവാസന എന്ന് പറയും. നമുക്കില്ലാത്ത സാർ. ലക്ഷ്മിക്ക് എന്തെങ്കിലും ഒരു മിമിക്രി പാട്ട് പാടും. അല്ല, മോള് പാട്ട് പാടുമ്പം ഈ സിംഗേഴ്സ് നമ്മളെ ഗായികമാരുടെ ശബ്ദത്തിൽ പ്രാക്ടീസ് ചെയ്യും. അത് പഠിപ്പിച്ചു തരും. അത് നല്ലൊരു ഓപ്ഷനാ. അതിന് നോക്കാം. നമുക്ക് എന്തായാലും ലക്ഷ്മിക്കുട്ടീന്റെ പാട്ട് കേൾക്കാം. ഒരു നാടൻ പാട്ട് പാടാം. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരവാരം തകതാളം തല്ലി, അരമണിക്കിങ്ങിനി കിളിപാകി, ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അധരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകുഭവതി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, അനവധി വെൺകൊച്ചക്കുട ചൂടി ആകാശം പൂപ്പന്തൽ ചാർത്തി, നീഹാരം മുത്തനിമണിയേകി സ്വർണ്ണ കൊലുസിൻ സരിഗമ പാടി, ചുവടുവച്ചിടുന്നു മെല്ലെ കാതിലോതിടുന്നു, ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. സൂപ്പർ പൊളി, സൂപ്പർ. താങ്ക് യു. ഓ, എനിക്ക് വയ്യ. മോള് കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ടോ ലക്ഷ്മി? ഉണ്ട്, കഥാപ്രസംഗത്തിന് പങ്കെടുക്കും. എന്താന്നറിയില്ല, ഇവരുടെ കൂടെ നിൽക്കുമ്പോ ഞാൻ വെറും ഒരു ശിശു ആയിട്ട് എനിക്ക് തോന്നുന്നു. ശിശു അല്ല, ആന്റി. ആന്റി എന്നല്ല ഉദ്ദേശിച്ച്, വെറും ഒരു ഒരു ഹായ് തരുമോ? ഞങ്ങൾ ഞാൻ നിനക്ക് കെട്ടിപ്പിടിക്കണോ? ഹായ് മാത്രമല്ല, ആദ്യമായിട്ട് എന്നോട് ഹായ്. നമ്മളെല്ലാരും കൂടെ അല്ലേ അവിടത്തേക്കാ നാട്ടിലെ? ഏത് നാട്ടിലെ? ഞങ്ങളുടെ GHS ഉള്ളിനാട് സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ SN സ്കൂളിലെ ടീച്ചേഴ്സും, പിന്നെ എലിക്സർ ട്യൂഷൻ സെന്ററിലെ പ്രണവ് സാർ, ആയി സാറും, പിന്നെ എല്ലാ ടീച്ചേഴ്സും സ്റ്റാഫിനും, ഈ പറഞ്ഞ എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ അപ്പൊ എന്തായാലും ഈ കൊച്ചു മിടുക്കിക്കും മിടുക്കിയുടെ അനീതിക്കും ചേർന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കണ്ടേ? വേദാജി, ലെറ്റ്സ് ഡു ദാറ്റ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് രണ്ടുപേർക്കും ലഭിക്കുന്നത്.